പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ നാമത്തിൽ ആകാം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, സമർപ്പണ ജീവിതത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവസനത്തിലേക്ക് ചേർക്കപ്പെട്ട അസൂന്താമയുടെയും ഈടത്താമയുടെയും പ്രത്യേകമായ ഓർമ്മയിലാണ് ഈ ബലിപീഠത്തിന് ചുറ്റും നമ്മൾ വന്നു ചേർന്നിരിക്കുക. ദൈവത്തിന് നന്ദി പറയുകയാണ് നമ്മൾ. കാരണം ഇത്തരത്തിലുള്ള ഒരു സമർപ്പണ ജീവിതത്തിന്റെ വിളി അവരുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് തങ്ങളുടെ ജീവിതത്തിന്റെ സമർപ്പണത്തിലൂടെ പ്രത്യുത്തരത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസ്ഥലത്തിലേക്ക് ശ്രേഷ്ഠതയോടുകൂടി ചേർക്കപ്പെട്ടതിൻ്റെ ധന്യമായ ഓർമ്മയാണ് നമ്മളിന്ന് ആചരിക്കുന്നത്. ഈ രണ്ടുപേരുടെയും ജീവിത യോഗത്തിലുണ്ടായിരുന്ന അതേ സമാനത സന്യാസ ജീവിതത്തിലേക്കുള്ള അവരുടെ പ്രവേശനത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഒരേ വർഷം സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മഠത്തിലേക്ക് പ്രവേശിച്ചവർ, ഒരേ വർഷം ആദ്യവ്രത സമർപ്പണം നടത്തിയവർ, ഒരേ വർഷം നിത്യവ്രതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയവർ, ഒരേ ദിവസം തങ്ങളുടെ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കാനായി ദൈവസന്നിധിയിലേക്ക് കൈപിടിച്ചു പോയത്. എന്ത് മഹത്വമായ, എന്ത് ധന്യമായ ഒരു ഓർമ്മയാണ് അവർ നമുക്ക് നൽകുന്നത്. ഈ രണ്ട് പേരുടെയും ജീവിത നാൾവഴികൾ ഇന്ന് രാവിലെ പ്രിയപ്പെട്ട സിസ്റ്ററിലേക്ക് അയച്ചു. ഞാൻ ഒരു 3/4 മണിക്കൂർ മുമ്പാണ് അതിലൂടെ കണ്ണോടിച്ചത്. എനിക്കേറെ സന്തോഷം തോന്നി. 92 വർഷം ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ആയുസ് ധന്യമായി പൂർത്തിയാക്കിയാണ് സിസ്റ്റർ അസൂന്ത ദൈവസ്ഥലത്തിലേക്ക് ചേർക്കപ്പെട്ടത്. കാവാൽ ഇടവകയില് തൈച്ചേരിൽ വീട്ടിൽ അഗസ്തി മറിയാമ്മ ദമ്പതികളുടെ 9 മക്കളിൽ ഒരാളായിട്ടാണ് പ്രിയപ്പെട്ട സിസ്റ്റർ ജന്മം കൊണ്ടത്. 65 വർഷം സന്യാസ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി സഭ ഏൽപ്പിച്ച എല്ലാ ശുശ്രൂഷകളും ഏറ്റവും സമർപ്പണ ബോധത്തോടുകൂടി തന്നെയാണ് പ്രിയപ്പെട്ട സിസ്റ്റർ പൂർത്തിയാക്കിയത്. ഒരു തയ്യൽ അധ്യാപികയായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. വിവിധ സന്യാസ ഭവനങ്ങളിൽ സുപ്പീരിയർ ആയിട്ട് ശുശ്രൂഷ നിർവഹിച്ചിട്ടുണ്ട്. ബോഡി മിസ്ട്രസ് ആയിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏൽപ്പിച്ച എല്ലാ ശുശ്രൂഷ മേഖലകളിലും വലിയൊരു സമർപ്പണം പ്രിയപ്പെട്ട സിസ്റ്റർ എപ്പോഴും നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ചെറിയ കാര്യങ്ങളോട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എപ്പോഴും ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് പ്രിയപ്പെട്ട സിസ്റ്ററിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ സമർപ്പണ ജീവിതത്തിന്റെ ധന്യതയുടെ അടയാളങ്ങളായി നമ്മുടെ ഇടയിൽ വീണ്ടും ധാരാളം സമർപ്പണ ജീവിതങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളത് ആ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയെ അടയാളപ്പെടുത്തുന്ന വസ്തുതകൾ കൂടിയാണ്. സഹോദരങ്ങളുടെ മക്കൾ വീണ്ടും ദൈവോളികൾ സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ആ സന്യാസിനെ അവശേഷിപ്പിച്ച ജീവിതത്തിന്റെ ധന്യമായ സാക്ഷ്യത്തെ നമ്മൾ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ആ കുഞ്ഞു മകളുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ അത്ര ശാഠ്യത്തോടും സമർപ്പണ ബുദ്ധിയോടും കൂടി ആ സന്യാസം ജീവിതത്തിൽ ജീവിച്ചതിന്റെ അനന്തരഫലമായിട്ട് കൂടിയാണ് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ആ പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയത്തിൽ ഉരുത്തിരിയും. നമ്മുടെ കൂട്ടത്തിലുള്ള സിസ്റ്റേഴ്സ് 4 പേരും അതുപോലെ പ്രിയപ്പെട്ട ജോസഫിൽ നിന്ന് സഹകാർമ്മികനായിട്ട് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. ഇതൊക്കെ പ്രിയപ്പെട്ട സിസ്റ്ററിന്റെ ധന്യമായ സമർപ്പണ ജീവിതത്തിന്റെ അടയാളമായിട്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന സാക്ഷ്യങ്ങളായിട്ട് നമ്മുടെ കൂടെയും പ്രിയപ്പെട്ട സിസ്റ്ററിന്റെ സന്യാസ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവത്തിന് നന്ദി പറയും. പ്രിയപ്പെട്ട ഈടത്താമയും രാമപുരം ഇടവകയില് 7 സഹോദരങ്ങൾക്കിടയിൽ ഈ ദൈവവിളി സ്വീകരിച്ചത് പ്രിയപ്പെട്ട ഈടത്താമയാണ്. 65 വർഷം സന്യാസ ജീവിതം നയിച്ചു. അധ്യാപികയായി, ഹെഡ്മിസ്ട്രസ്സായി, സന്യാസ സമൂഹത്തിന്റെ പ്രൊപ്പറേറ്ററായി, സുപ്പീരിയറായി
പ്രൊവിൻഷ്യൽ കൗൺസിൽ അംഗമായി 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. ഫോർമേഷണൽ മിസ്ട്രസ് ആയിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ കുലീനമായ ഒരു സന്യാസ ജീവിതം നയിച്ച വ്യക്തിയാണ് പ്രിയപ്പെട്ട ഐഡിത്ത. പ്രത്യേകിച്ച് ഞാൻ വളരെ ഒരു ഫോർമേറ്ററായിട്ട് 4-5 വർഷം ശുശ്രൂഷ ചെയ്തതുകൊണ്ട് എനിക്കറിയാം, ഈ ഒരു ഫോർമേഷൻ ശുശ്രൂഷയിലേക്കൊക്കെ ഒരാൾ നിയോഗിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി തന്റെ സമർപ്പണ ജീവിതത്തോട് വലിയ ഒരു ആത്മാർത്ഥത നിരന്തരം കാണിക്കാൻ ഇയാൾ സ്വാഭാവികമായും നിർബന്ധിതയാവുകയാണ്. എക്സ്റ്റേണൽ പ്രഷേഴ്സ് കൊണ്ട്, ബാഹ്യമായ സമ്മർദ്ദങ്ങൾ കൊണ്ട്, മറിച്ച് ആന്തരികമായ സമ്മർദ്ദമാണ്. ഇന്റഗ്രിറ്റി സൂക്ഷിക്കാനുള്ള ഒരു വലിയ ഒരു താല്പര്യം സ്വാഭാവികമായും അദ്ദേഹത്തെ രൂപപ്പെട്ടു. അത്തരത്തിൽ തന്നെ ഏൽപ്പിച്ച സന്യാസ സമർപ്പിതരായ മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുവാൻ, അവരെ ഈ സന്യാസ ജീവിതത്തിന്റെ മാധുര്യം പരിചയപ്പെടുത്തുവാൻ സ്വന്തം ജീവിതം പോലും ഒരു ഹോമയാഗമായി അർപ്പിച്ച നമ്മുടെ ഇടയിലെ സന്യാസി. അങ്ങനെയാണ് പ്രിയപ്പെട്ട ഐഡിത്തയെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. എന്ത് ധന്യമായ 2 സമർപ്പണ ജീവിതങ്ങളാണ് നമുക്ക് മാതൃകയായി, നമുക്ക് വെളിച്ചമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്. ഏറെ അഭിമാനവും ഏറെ സന്തോഷവും തോന്നി. ഈ 2 കുടുംബങ്ങളെയും പ്രത്യേകം സഭയുടെ പേരിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു സമർപ്പണ ജീവിതത്തിലേക്കുള്ള ഒരു ആഗ്രഹം അവരുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടപ്പോൾ അത് നുള്ളിക്കളയാതെ അതിനെ വലിയ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുകയും ഈ സമർപ്പണ ജീവിതത്തിലേക്ക് അവരെ നയിക്കുവാനായി പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഈ പ്രിയപ്പെട്ട കുടുംബങ്ങളാണ്. മാത്രമല്ല, ഈ സമർപ്പണ ജീവിതത്തിന്റെ വഴികളിലൊക്കെയും ഇവരുടെ കൂടെ നടന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തതിൽ ചെറുതല്ലാത്ത പങ്ക് കുടുംബാംഗങ്ങൾക്കുണ്ട്. അതിൽ പ്രത്യേകം കുടുംബങ്ങളെയും നന്ദിയോടുകൂടി പ്രത്യേകം ഓർക്കുന്നു. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരം. കൊറിന്തോസ്യർക്ക് 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ തീർച്ചയായിട്ടും ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന ഒരു ബോധ്യം ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ദൃശ്യമായവയൊക്കെ നശ്വരങ്ങളാണ്, അദൃശ്യമായവയാണ് അനശ്വരമായിട്ടുള്ളത്. അതുകൊണ്ട് അനശ്വരതയെ തെരഞ്ഞെടുക്കുന്നവരാണ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ അവർ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. ഇന്നത്തെ പൗലോസ് ശ്ലീഹയുടെ ലേഖനം വായിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു. അവർ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, ബാഹ്യമായ കാഴ്ചകൾ കൊണ്ടല്ല, മറിച്ച് നിരന്തരം നയിക്കപ്പെടുന്നത് വിശ്വാസത്താൽ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വത്തിക്കാൻ എംബസി സന്ദർശിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. മഹാകൃപയുടെ കൂടെ ഡൽഹിയിൽ പോയ സമയത്ത് പിതാവ് അപ്പോസ്തലിക് ഋഷിയെ കാണാനായിട്ട് അവിടെ പോയി, എന്നെയും കൂടെ കൊണ്ടുപോയി. പിതാവ് ഋഷിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്തിയൊന്നും അറിയാൻ വയ്യാതെ ഞാനിങ്ങനെ പുറത്തുള്ള നടക്കുകയാണ്. അപ്പൊ അവിടെ ഒരു മോൺസിനോറിനെ കണ്ടു. പുള്ളിയോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിതിന്റെ അകത്തേക്കൊന്നും കണ്ടാക്കൊള്ളാന്നു. അതിനെന്താ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോയി. ആ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇറ്റലിയുടെ ഒരു ചെറിയ പതിപ്പ് അവരതിനകത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അതായത് വത്തിക്കാൻ സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലാണെന്ന് നിങ്ങൾക്കറിയാം. അവിടുത്തെ എല്ലാ രീതികളും ആ ഒരു മതിൽക്കെട്ടിനകത്ത് രൂപപ്പെടുത്താനായിട്ട് അവർ ബോധപൂർവ്വം പരിശ്രമിക്കുന്നതായിട്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ വിളമ്പിയതൊക്കെ ഇറ്റാലിയൻ ഡിഷസാണ്. മാക്സിമം അവർ സംസാരിക്കുന്നത് ഇറ്റാലിയൻ ഭാഷയാണ്. അവിടെ ഉള്ള കുത്തുപണികളും വീടിന്റെ ഡിസൈനും ബാത്റൂമിന്റെ ക്രമീകരണങ്ങളും ഒക്കെ നോക്കിയപ്പോൾ ഇറ്റലിയുടെ ഒരു ചെറിയ പതിപ്പ് ആ ചെറിയ മതിൽക്കെട്ടിനുള്ളിൽ രൂപപ്പെടുത്താനായി ബോധപൂർവമായ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് വത്തിക്കാൻ എംബസിയുടെ മാത്രം കാര്യമല്ല.
നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ എംബസികളിലും അവർ ബോധപൂർവ്വം ശ്രമിക്കുന്നത് ആ രാജ്യത്തിനുള്ളിൽ അവരുടെ ഒരു ചെറിയ പതിപ്പ്, ആ രാജ്യത്തിന്റെ ഒരു ചെറിയ പതിപ്പ് നിർമ്മിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. അങ്ങനെയാണ് ഞാനിത് എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, സ്വർഗരാജ്യത്തിന്റെ ചെറിയ പതിപ്പുകൾ ഈ ഭൂമിയിൽ ഒരു എംബസി പോലെ സ്ഥാപിക്കാൻ വെളിപ്പെട്ട ഇടങ്ങളാണ് സന്യാസ ഭവനങ്ങൾ പോലെ. അവരുടെ സംസ്കാരം, അവരുടെ മൂല്യങ്ങൾ, അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ ഒക്കെ ലോകത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ മറ്റൊരു ലോകത്തിൽ പ്രവേശിക്കുന്ന ഒരു അനുഭവം സ്വാഭാവികമായും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ താമസിക്കുന്നത് ക്രിസ്തുവിന്റെ അംബാസഡേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അരൂപിയിലേക്ക് ഉള്ള വിളിയാണ് പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാർ സ്വീകരിച്ച് ജീവിതം കൊണ്ടും മരണം കൊണ്ടും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അതുകൊണ്ട് അവരെ അവരുടെ സന്യാസ ജീവിതത്തിൽ പലതരത്തിൽ പ്രോത്സാഹിപ്പിച്ചവരെയും അവരെയൊക്കെ നന്ദിയോടുകൂടി വിജയമായിട്ട് ഓർക്കുന്നു. കുടുംബാംഗങ്ങളെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഞാൻ ഒന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യയിലുള്ള പല പള്ളികളിലും പാസ്റ്റർ മിനിസ്ട്രിക്കായിട്ട് പോയിട്ടുണ്ട്. അവിടെയുള്ള സെമിത്തേരികളിൽ പല സാഹചര്യങ്ങളിൽ ഗൃഹപ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, പള്ളിയിലധികം ആളുകളൊന്നും വരുന്നില്ലെങ്കിലും സെമിത്തേരിയില് പലയിടത്തും പല സെമിത്തേരികളിലും പല കുടുംബങ്ങളുടെ സെമിത്തേരികളിലും സന്യാസ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയവരുടെ ആ ആളുകളെ അവർ സംസ്കരിച്ചിട്ട് പല വൈദികരുടെയും കല്ലറകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ധാരാളം സിസ്റ്റേഴ്സ്, എങ്ങനെയാണ് സിസ്റ്റേഴ്സ് അവരുടെ കുടുംബത്തിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ധാരാളം സിസ്റ്റേഴ്സിനെ അടക്കിയിട്ട്, പക്ഷേ ആ കുടുംബങ്ങളിലൊന്നും ഇപ്പോൾ അതിന് പണിയൊന്നും വരുന്നില്ല. പക്ഷെ എങ്കിലും സൂചിപ്പിക്കുന്നത് ആ കുടുംബങ്ങളിലൊക്കെ ക്രിസ്തുവിനെ ഗൗരവമായിട്ടെടുത്ത ഒരു കാലഘട്ടം അവർക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന അടയാളപ്പെടുത്തലായി ഈ പ്രിയപ്പെട്ടവരുടെ ശവകുടീരങ്ങൾ അവശേഷിക്കുക. ക്രിസ്തുവിനെ ഗൗരവമായിട്ട് എടുക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള സമർപ്പിത ജീവിതങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളാണ് രണ്ട് കുടുംബങ്ങൾ അതുങ്ങളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ആ ഇടങ്ങളായി അടയാളപ്പെടുത്തലുകളായി ഈ പ്രിയപ്പെട്ട രണ്ട് അമ്മമാരുടെ ശവകുടീരങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. അതുങ്ങൾക്ക് നൽകുക വലിയൊരു പ്രോത്സാഹനവും വലിയൊരു വാഗ്ദാനവും വലിയൊരു ഉറപ്പുമാണ്. പ്രിയപ്പെട്ട രണ്ട് അമ്മമാരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അവരിലൂടെ നമുക്ക് നൽകപ്പെട്ട മഹനീയമായ മാതൃകകളെ ഹൃദയത്തിൽ സ്വീകരിക്കാം. നമുക്ക് ഇതുപോലെ ധന്യമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് ധന്യമായ സമർപ്പണം ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇവിടെയാണെങ്കിലും അടുത്താണെങ്കിലും അകലെയാണെങ്കിലും കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ശരീരത്തോടു കൂടിയാണെങ്കിലും ശരീരമില്ലാതെയും കർത്താവിനെ മഹത്വപ്പെടുത്തുക, പ്രീതിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നമുക്ക് ഓരോരുത്തർക്കും നിരന്തരം ജീവിക്കാനായിട്ട് പരിശ്രമിക്കാവുന്നതാണ്. ദൈവത്തിന്റെയും ജീവിതങ്ങളെ വെച്ച് ദുർഭാഗ്യം